അത് സൂര്യസ്ഥായി താഴ്ത്തി കൈ ഞാന് വിഷയത്തിൽ പെട്ടതാണ്. ഇപ്പൊ കേട്ടപ്പോ ഉള്ളൊരു സംശയാവസ്ഥതെ ഈ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ നിസ്കരിച്ച് പിന്നെ രണ്ടരക്ക് നിസ്കരിച്ച് ദ്വാരന്ന് സുജൂദ് ചെയ്ത് പിന്നെയും ദ്വാരന്ന് അങ്ങനെ അതിനോട് അതേപോലെ തന്നെ ഈ യു പിയിലൊക്കെ ഉള്ള ഈ ഹിന്ദി വിധത്തിലുള്ള ആൾക്കാർ, യു പി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞു നിസ്കരിച്ച് കഴിഞ്ഞാലും നമ്മളൊപ്പം ജമാഅത്തിൽ തുടരുന്ന ആൾക്കാർ തന്നെ ഏറ്റവും കാണാം ദിക്റൊക്കെ സുജൂദ് ചെയ്ത് കാണ്ട് കുറെ സുജൂദ് കടന്നു പറഞ്ഞിട്ട് പിന്നെ ഇതാ കഴിഞ്ഞ ശേഷം രണ്ടാമത് സുജൂദ് ചെയ്താണ്ട് എണീച്ചു പോകുന്നത് കാണാം. അതിനുള്ള അടിസ്ഥാനം ഉണ്ടോന്ന് എന്റെ ചോദ്യം. സാധാരണ നമ്മൾ ദ്വാ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ട് സുജൂദ് ചെയ്ത് കാണ്ട് എണീച്ചു പോകുന്നത് കാണാം. അതിനുള്ള അടിസ്ഥാനം ഉണ്ടോന്ന് എന്റെ ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് മൈക്കൂട്ട്. അതിപ്പോ നാളിതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം വിശദമായി പറഞ്ഞല്ലോ. അതിന് ഷാഫി മദ്ഹബിൽ ഏതായാലും ഒരു അസുരവും ഇല്ല. ഹനഫി മദ്ഹബിൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് അവരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഈ തഹജ്ജുദ് നിസ്കാരത്തിന് ഈ ഉറക്ക് ഷർട്ട് തന്നെ പറയാ, ഉറങ്ങണമല്ലോ. അപ്പൊ സാധാരണ അത് പറയപ്പെടല് ഇശാഇന് ശേഷം എന്ന് പറയപ്പെടുന്നു. ഇശാഇന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അപ്പൊ ഉറക്കം അങ്ങനെ ആവും എന്ന് സാധാരണയാണ്. ഇപ്പൊ ഒരാള് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോയി, അങ്ങനെ ഇശാഇന്റെ സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത്. എന്നാൽ തഹജ്ജുദ് ഉറങ്ങിയതിന്റെ കൂലി തഹജ്ജുദ് നിസ്കാരത്തിന് കിട്ടുമോ, അല്ല ഇശാ നിസ്കാരത്തിന് ശേഷം തന്നെ ഉറങ്ങണോ എന്നുള്ളതാണ് ചോദ്യം. വായിച്ചു വിട്ടു. അസ്സലാമു അലൈക്കും. തഹജ്ജുദ് കിട്ടും, അങ്ങനെ വേണ്ട. അത് നമ്മൾ പറഞ്ഞല്ലോ നാള്. അതായത് രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, രാത്രി അല്പമെങ്കിലും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കണം. രണ്ടാമത് ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം ഉറങ്ങണം എന്നില്ല, മനസ്സിലായില്ലേ? ഉറക്കം രാത്രിയായാൽ മതി. അത് ഇശാ മഗ്‌രിബിന് ശേഷമാണ് കിടന്നുറങ്ങി ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷം ഉണർന്ന് ഊട്ടിക്കോളി. എന്നാൽ എഴുന്നേറ്റ് ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിച്ചത് തഹജ്ജുദ് തന്നെയാണ്. പക്ഷേ തഹജ്ജുദ് ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കണം എന്ന് മാത്രം. അല്ലാതെ ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങണം എന്നില്ല. ഉറക്കം ഇശാന് മുമ്പ് ഉറങ്ങിയാലും ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിച്ചാൽ തഹജ്ജുദ് ആവും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ചോദ്യം, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേ മുന്നിലെ സഫിൽ വളരെ തിങ്ങിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ തിക്കിൽ നിന്നും അസ്വസ്ഥത തോന്നുമ്പോൾ ബാക്കിലേക്ക് അയാള് മാറി നിന്നുകൊണ്ട് അടുത്ത സഫിലേക്ക് മാറുന്നതിന് വല്ല തെറ്റുമുണ്ടോ വിശദീകരിച്ചു തന്നാലും. അസ്സലാമു അലൈക്കും. ഉസ്താദ് നാട്ടിലേക്ക് പ്രവാസ ജീവിതം ഒഴിവാക്കി നാട്ടിലേക്ക് പോകാനുള്ള വാർത്ത കണ്ടു. വളരെയധികം ഈ ക്ലാസ്സിലേക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഉസ്താദിന് പോകുന്നതിന് വളരെ വിഷമമുണ്ട്. ഏതായാലും നാട്ടിലും ഇത്രയും സേവനങ്ങൾ ഉണ്ടാവണമെന്ന് അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ദുആ മിക്ക റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യം എന്താ ഇനി? അത് പറഞ്ഞല്ലോ. ചോദ്യം എന്താ ഇനി? അത് പറഞ്ഞല്ലോ. മനുഷ്യന്റെ കാര്യല്ലേ, നാട്ടുപോക്കും ഇതൊന്നും ഇപ്പൊ 2 കൊല്ലത്തിന് വന്ന മനുഷ്യനാണേ. 2 കൊല്ലം തൽക്കാലം ദർസ് നടത്തുന്നോടത്തുനിന്ന് പോന്ന് ഞങ്ങളെ കുഴിമണ്ണ കീശേരിയിലെ പരിസരത്ത് നമ്മുടെ ഒരു സ്ഥാപനം വേണം എന്ന ആഗ്രഹത്തില് കുറച്ച് സ്ഥലം കച്ചവടം ചെയ്ത് 5000 ഉറുപ്പ്യ അഡ്വാൻസും കൊടുത്ത് ഒരു 2 കൊല്ലം ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അതിനെന്തെങ്കിലും പിരിവൊക്കെ ഉണ്ടാക്കി ഒരു സ്ഥാപനം തുടങ്ങി അതോടുകൂടി നാട്ടിൽ തന്നെ ദർസുമായിട്ട് തുടരുകയും ഇടക്ക് വന്നു പോവുകയും ചെയ്യണം എന്നുള്ള നിലക്ക് പോകുന്ന മനുഷ്യൻ 22 കൊല്ലായി ഇഞ്ഞും ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാല് മോശല്ലേ?
ഇതൊക്കെ പാടെ പണ്ട് അല്ലെങ്കിൽ തമാശക്ക് ആൾക്കാർ പറയുന്നുണ്ട്, ജിദ്ദ ഓട്ടോ തുളച്ച് ഇവിടുന്ന് കെട്ടിയടിച്ച് കൊണ്ടുപോകണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. കുറെയൊക്കെ നമ്മള് അത്യാവശ്യമൊക്കെ ആയാലും ഇഞ്ഞ് മതിയാക്കി പോകാൻ എവിടെ വയസ്സുമായില്ലേ, ഇഞ്ഞ് മതിയാക്കാഞ്ഞാലും മനുഷ്യന്മാര് പറയില്ലേ, അങ്ങനെ എത്തിയതാ ഇൻഷാ അല്ലാഹ്. എന്തായാലും എവിടെയായാലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എവിടെയായാലും നാട്ടിലാവുമ്പോ അങ്ങനത്തെ പ്രതിബന്ധങ്ങളില്ല. ഇവിടെ ഇപ്പൊ എങ്ങനെയാ പ്രവർത്തിച്ച നിങ്ങൾക്ക് അറിയോ? വല്ല 10-20 കൊല്ലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് പരുന്തും കൂട്ടിൽ വെച്ചിട്ട് കോഴിക്കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അത്രയും പ്രശ്നങ്ങളും സങ്കീർണമായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോയതാ. നമ്മളെ നാട്ടിലായ ഒരാളെ പേടിക്കണോ? നമുക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് എവിടെയും പ്രവർത്തിച്ചൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എവിടെയായാലും സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ അതിന്റെ സംഘടനകൾക്കും അതിന്റെ സ്ഥാപനത്തിനും അതിന്റെ മാർഗത്തിലും സേവനം ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു തആല ഇൽമും ഹിക്മത്തും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതാണ്. നാട്ടിൽ പോയാലും STV2 ഒന്നുമില്ല ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇവിടത്തേക്ക് എന്നൊന്നും കഴിയൂല. നാട്ടിലാവുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാവും, ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടത്തേക്ക് അങ്ങനെ എപ്പോഴും അതിനായിട്ട് കൃത്യമായിട്ടിരിക്കാൻ കഴിയില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് STV നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമാണ് STV. അപ്പൊ അതിൽ നമ്മളെ ചെറിയൊരു സേവനം തന്നെയെങ്കിലും നമ്മളോട് കഴിയുന്നത് ചെയ്യാൻ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും നല്ലൊരു ഖിദ്മത്താണ്. അപ്പൊ അത് വിട്ടൊന്നും പോവില്ല. എന്നാലും കഴിയുന്നത്ര പരമാവധി വരാൻ തന്നെ ശ്രമിക്കും. എവിടെയാണെങ്കിലും നമ്മുടെ സംഘടനകൾക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ മാർഗത്തിലും പ്രവർത്തിക്കുക. അതിന് അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. നാട്ടിലാവുമ്പോൾ ഇവിടത്തേലേറെ പ്രവർത്തന മേഖല തുറന്നു കിടക്കുന്നു. പക്ഷേ ഒരു വിഷയമുണ്ട്, നാട്ടിൽ ധാരാളം ആളുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. തന്നെയല്ല അവിടെ നമ്മൾക്ക് പ്രതിബന്ധങ്ങൾ കുറവാണ്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ജീവൻ വെച്ചുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിലാണ്. ഭയങ്കര സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒറ്റുകളും പുടുത്തം കൊടുക്കലും പുടിപ്പിക്കലും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അതൊരു ത്രില്ലാണ്. പ്രവർത്തനത്തിന്റെ ത്രില്ല് അവിടെയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷം. മനസ്സിലായില്ലേ? മറ്റേ പറ്റ ഒഴുക്കിനൊപ്പം നീന്തുന്ന കോല ചെറ തുറന്നിട്ട് കണ്ട് അതിലാണ് കടന്നോർത്താ കീപ്പിട്ട് ഒലിച്ചാണ് പോയിക്കോളും. അങ്ങനെ ഇപ്പൊ നാട്ടിലെ സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തനം ഒരു പേടിയില്ല. അൽഹംദുലില്ലാ ഹൈറായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ എന്താ അവസ്ഥ നിങ്ങൾ കരുതി. എന്നാലും അൽഹംദുലില്ലാ ഇതൊക്കെ ചെയ്യാൻ അത്രയെങ്കിലും ഒന്നും ആയിട്ടില്ല എന്നറിയാം. എന്നാലും ഇത്രയെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം നിലനിർത്താൻ കഴിഞ്ഞതിന് അള്ളാഹുവിനെ 1000 വട്ടം സ്തുതിക്കുന്നു. നമ്മുടെയൊക്കെ ഉസ്താദന്മാരുടെയും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം, എന്റെ സമയം അതല്ലെങ്കിലും പ്രത്യേകം എടുത്തു പറയാം, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങള് പൊസോട്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകള്, അതുപോലെ തന്നെ അവരുടെ സഹോദരന്മാരായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള ഖലീലുർ റഹ്മാൻ തങ്ങൾ, ഹബീബുർ റഹ്മാൻ തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങള്, ഈ മഹാന്മാരായ 5 ആത്മീയ നേതാക്കളുടെ ശക്തമായ പിന്തുണയും അവരുടെ ആത്മീയമായ നവറത്തുമാണ് ഈ പ്രതികൂല സാഹചര്യത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം കൈവിടാതെ നിൽക്കാൻ എന്നെ സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എപ്പോഴും എന്ത് പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും ഒറ്റുകാരുടെയും അതുപോലെ തന്നെ ശത്രുക്കളുടെയും, നമ്മളല്ല വിദഗ്ധരായ ആളുകളുടെ കടുത്ത ശത്രുതക്കും അവരുടെ നോട്ടത്തിനും ഒറ്റുകൊടുക്കലിനും പിടിപ്പിക്കലിനും ഒക്കെ വിധേയമായപ്പോഴും ഈ മഹാന്മാരായ സാദാത്യങ്ങൾ അവരുടെ ദർസുകളിൽ വെച്ച് അവരുടെ കോളേജുകളിൽ വെച്ച് അവരെ മുതല്ലിമീങ്ങളെ കൂട്ടിയിരുത്തി അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്തതാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കറിയോ, പോലീസെല്ലാം മുത്തവ പിടിച്ചു, പോലീസിന് കൊടുത്ത് കേസെടുത്ത് കോടതിയിൽ പോയി ജയിലിൽ കിടന്ന്
എന്നിട്ടും അൽഹംദുലില്ലാ ഇന്നും യാതൊരു പ്രയാസവുമില്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ സംഭവമില്ല. ചരിത്രത്തിൽ അങ്ങനെ സംഭവമില്ല. കോടതി കേസ് വിധിച്ച് വെറുതെ വിട്ടെങ്കിൽ പോലും ഈ സുന്നി ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ ഇവിടെ വെറുതെ വിടുക എന്നത് ഇല്ലാത്ത സംഭവമാണ്. എന്നിട്ട് ഇന്നും അൽഹംദുലില്ലാ ഈ മഹാന്മാരായ നമ്മുടെ നേതാക്കളെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ സംഘടനക്ക് കീഴടങ്ങാത്ത ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ ചില സാധുക്കൾ, അവരെ പറ്റിയൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല, അവരെ അറിയാതെ പറയണതൊക്കെ. അവർക്ക് യഥാർത്ഥത്തിൽ സത്യം അറിയില്ല. സംഘടനയുടെ കീഴിലല്ലാതെ, സംഘടനയുടെ അറിവോടുകൂടിയല്ലാതെ, അവരുടെ അംഗീകാരത്തോടു കൂടിയല്ലാതെ ഈ എളിയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. ഞാൻ 5 കൊല്ലമായി ഇവിടെ നിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഓരോ വർഷവും ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, എന്റെ ശൈഖും കൂടിയ മഹാനവർകളോട് സമ്മതം ചോദിക്കും. ഞാൻ ഇനി മതിയാക്കാണ്, നാട്ടിൽ പോരാണ്. എ പി ഉസ്താദിനോട് ചോദിച്ചു, ഏതായാലും പോയില്ല, പൈസ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയും. തങ്ങൾ പാപ്പ പൈസ നിൽക്കില്ല. തങ്ങൾ പാപ്പ മൗലിയാർ സുലൈമ മൗലിയാരെ എന്നാ വിളിക്കുക. തങ്ങൾ പാപ്പ സുലൈമ മൗലിയാരെ ആ ഹൈറായ പ്രവൃത്തിയൊക്കെ നിന്നുപോലെ ഇപ്പൊ അവിടെ നിൽക്കിയാറ്. അങ്ങനെ പറഞ്ഞ് ഇപ്രാവശ്യം നാട്ടിലുള്ളപ്പോ ഞാൻ ഒരിക്കൽ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പ ഇനി എന്നോട് കഴിയൂല, മുന്നോട്ട് പോകാൻ സാഹചര്യം, വീട്ടിൽ യാതൊരു നിലക്കുള്ള സൗകര്യവും ഇല്ല, തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ നിന്ന് സമ്മതം തരണം, ഞാൻ പോയിട്ട് എക്സിറ്റ് അടിച്ച് പോരുകയാണ് എന്ന് പറഞ്ഞു സുലൈമാൻ അങ്ങനെ പോരല്ലേ, ആ നടക്കുന്ന ഹൈറായ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോയില്ലേ, നിങ്ങളൊരു കാര്യം ചെയ്തോളി, പോയിട്ട് നോമ്പ് വരെ അവിടെ നിന്നിട്ട് ഓരോട് എല്ലാരോടും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എന്നിട്ട് നോമ്പോട് കൂടി നിങ്ങൾ തിരിച്ചു പോന്നോളീൻ. ഈ സമ്മതം കിട്ടിയതനുസരിച്ചാണ് ഞാനിപ്പോൾ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ നാട്ടിലേക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു പോകുന്നത്. അപ്പം ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ ഞാൻ എന്റെ ഇഷ്ടത്തിനല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തതും ചെയ്യുന്നതും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ ആത്മീയ പിന്തുണയോടുകൂടി അല്ലാതെ ഒരു നിമിഷം ഞാൻ ഒരു പ്രവർത്തനത്തിനും തയ്യാറല്ല. ഇന്നല്ല, പണ്ടും ഇല്ല, ഇനിയും ഇല്ല. നമ്മുടെ നേതാക്കന്മാര് അവരെന്ത് പറയുന്നു, അവരെന്ത് കൽപ്പിക്കുന്നു, അത് ശിരസ വഹിക്കാൻ അന്നും ഇന്നും തയ്യാറാണ്. അവരുടെ മാർഗത്തിലല്ലാതെ, ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയല്ലാതെ ശബ്ദമോ അറിവോ ആരോഗ്യമോ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഈ ബുദ്ധിക്ക് തകരാറില്ലെങ്കിൽ അങ്ങനെയിട്ട് ഉപയോഗപ്പെടുത്തുകയില്ല. പിന്നെ ആളുകൾ, അറിയാത്ത ആളുകൾ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അത് അവർക്ക് അറിയാഞ്ഞിട്ടാണ്. അവരൊക്കെ നമ്മൾ എതിർ കൊടുക്കുക, ആരെയും നമ്മൾ കുറ്റം പറയണ്ട. അതായത് ചില സ്ഥലത്ത് ചില ഹിക്മത്തുകൾ ഉപയോഗിക്കേണ്ടി വരും, അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ഹിക്മത്തുകൾ ഉപയോഗിക്കേണ്ടി വരും. ആ ഹിക്മത്ത് ബാഹ്യമായി ചില പ്രയാസങ്ങൾ ചിലർക്ക് തോന്നും, എങ്കിൽ പോലും അതിന്റെ പിന്നിലുള്ള യുക്തി നമ്മൾ ചിന്തിച്ചാൽ, അതിപ്പോ പറയില്ല, ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം വിശദമായിട്ട് പറയാം. ചില ഹിക്മത്തുകൾ, അതായത് ഒരു പബ്ലിക് ലേബലിൽ, അഡ്രസ്സിൽ അറിയപ്പെടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് കുറെ കൂടി വിശാലമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് മഹാന്മാരായ ഉസ്താദന്മാരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ആ നിലക്ക് ചില ഹിക്മത്തിന്റെ ചില നീക്കങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാകാത്തതിന്റെ പേരിൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളോടും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വെറുപ്പ് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അവർ തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ആരോടും യാതൊരു വെറുപ്പുമില്ല. നമ്മളുടെ അറിവും സമയവും അല്ലാഹു തആലാന്റെ ദീനാവുന്ന സുന്നത്ത് ജമാഅത്തിന് എവിടെ വെച്ചും ചെയ്യുക. ഈ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ അതിന് ചെയ്യണമെങ്കിൽ പ്രത്യേക ധൈര്യം വേണം. ധൈര്യം ഉണ്ടായാൽ പോരാ, മഹാന്മാരായ സാദാത്തുക്കളുടെയും മഹത്തുക്കളായ ഉസ്താദന്മാരുടെയും ആത്മീയ പിന്തുണ ഉണ്ടാകും. അതുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം 10-20 കൊല്ലം ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രതികൂല സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കുറച്ചാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ ജയിലിൽ കുടുങ്ങിയ സമയത്ത് കാര്യമായി ദുആ ചെയ്ത ഒറ്റ കാര്യം, പഠിച്ചോനെ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം എന്നെ കൊണ്ട്
ഈ ദീനിന് വല്ല ഹൈറും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇറക്കാൻ എനിക്ക് സമയം തരണം, സന്ദർഭം തരണം. അല്ല നാട്ടിൽ പോകലാണ് സുന്നത്ത് ജമാഅത്തിന് ഹൈറ് എങ്കിൽ എന്നെ അധികം ജയിലിൽ കടത്താതെ നീ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. അങ്ങനെ വെറും 19 ദിവസം, ഒരു മാസം തന്നെ ബാക്കി 11 ദിവസം പോലീസ് സ്റ്റേഷൻ റിമാൻഡിലുണ്ടായിന്. വെറും 19 ദിവസം ജയിലിൽ കടന്ന്. അൽഹംദുലില്ലാ പിന്നെ അതിന് ശേഷം കൊല്ലങ്ങളായി. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് ഹൈറുണ്ടാവുകയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിലക്ക് ഇങ്ങനെ നീണ്ട. അപ്പൊ അത് എവിടെയാണെങ്കിലും, നാട്ടിലാണെങ്കിലും അല്ലാത്തോടത്താണെങ്കിലും നമ്മുടെ ദൗത്യം സുന്നത്ത് ജമാഅത്താണ്, ഹക്ക് എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ ഹക്കായ സുന്നത്ത് ജമാഅത്തിന് ഇന്ന് നമ്മുടെ കേരളത്തിൽ അതിന് മുമ്പന്തിയിൽ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പയും ഖമറുൽ ഉലമ ഉസ്താദും നേതൃത്വം കൊടുത്ത, ഇന്ന് നൂറുൽ ഉലമയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ ഉള്ള അറിവും കഴിവും അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്ഥാനത്തായി സംസാരമെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക. പത്രക്കാര് വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരോടും പറഞ്ഞ ഇത് തന്നെയാണ്. അവൻ ചിലതൊന്നും പത്രത്തിൽ എഴുതണ്ട അത് പറഞ്ഞു. കാരണം അത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വിഷമം വേണ്ട എന്നുള്ളവർക്ക് ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പത്രത്തിൽ എഴുതണ്ട എന്ന് പറഞ്ഞു. അള്ളാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിനായി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ ഖിദ്മത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യം നേരത്തെ തന്നെ എനിക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ അദ്ദേഹം ഉണർത്തിയപ്പോൾ പത്രക്കാരങ്ങനെ എഴുതിയപ്പോൾ ഇപ്പം നിങ്ങളാരും അറിയാതെക്കണ്ട എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എല്ലാം ഹൈറിലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കൂട്ട്. വലൈക്കും അസ്സലാം. ഈ ഉസ്താദ് പറഞ്ഞതൊക്കെ അതിന്റെ വളരെ ശരിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടും ത്യാഗത്തോട് കൂടിയിട്ടും തന്നെയാണ് ഈ ക്ലാസ് എടുത്തു കൊണ്ടുപോകുന്നത്. ഒരുപാട് ഉപകാരം, ഒരുപാട് ആളുകൾക്ക് ഉപകാരം സിദ്ധിച്ച ക്ലാസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രാർത്ഥന ഉസ്താദ് ഉണ്ടായിരിക്കും. ജിദ്ദയിൽ കഴിഞ്ഞ സമയത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, വിഷമങ്ങൾ സഹിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാം അവിടുത്തെ ഭരണകൂടങ്ങളൊക്കെ ഏകദേശം നജ്ദിയൻ ആശയത്തിനോട് ഉൾക്കൊള്ളുന്നവരാണ്. അതിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പറയുമ്പോൾ എത്രമാത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാം. ഏതായിരുന്നാലും ഓരോ പ്രവർത്തനത്തിനും ഓരോന്നിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടുന്നത് പോലെ, അതുപോലെ അതിനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്നതിനുള്ള ഇൽമിന്റെ മൊഴിമുത്തുകൾ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകളാണ് അള്ളാഹു ഉസ്താദിൽ നിന്ന് ലഭിക്കുന്നത്. അള്ളാഹു കൂടുതൽ നമുക്ക് ഇസ്ലാമിന് വേണ്ടി നാട്ടിലാൽ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ പ്രാർത്ഥനാ സമയങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ഖൈറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ഉസ്താദ് പറഞ്ഞ നേതൃത്വം ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും കാണിച്ചു തരുന്ന, അതേപോലെ ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട എംഎ ഉസ്താദാണ് നമ്മുടെ നേതൃത്വത്തിന്റെ നിർണായകത്വം വഹിക്കുന്നത്. ഖമറുൽ ഉലമയും അവരൊക്കെ ഉണ്ടാവും. അവർ കാണിച്ചു തരുന്ന ആ പാതയിൽ കൂടി നീങ്ങാനും എല്ലാ അപാകത നമ്മളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബർക്കത്ത് കൊണ്ടും അവരുടെയൊക്കെ ബഹുമാനം കൊണ്ടും നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ജീവിതത്തിന്റെ സായം സന്ധ്യ വരെ നമുക്ക് അവസാന ശ്വാസം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയൊരു ചോദ്യം കൂടി ഉണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ മൈക്ക് വിടാം. നമ്മൾ നിസ്കരിക്കുന്ന അവസരത്തിൽ ഉസ്താദെ, ഈ യക്കട്ട് എന്ന് പറയും നമ്മളവിടെയൊക്കെ, ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഓതുന്നതിനിടയിൽ, ഫാത്തിഹ ഓതുന്നതിനിടയിൽ ആ ശബ്ദം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. കിട്ടണോണ്ടൊന്നും ഫാത്തിഹാനും മുവാലാത്ത് മുറിയില്ല. ശരിയെ ഇന്നലെ പറഞ്ഞ അങ്ങനെയല്ല. ഇന്നലെ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് ചെല്ലിയാ മുറി എന്നാ പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഫാത്തിഹയും നിസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ദിക്ർ ഇടക്ക് വന്നത് കൊണ്ട് മുവാലാത്ത് മുറിയുന്ന.
എക്കിട്ടിടുമ്പോ നമ്മൾ ഇടക്ക് വേറെ ദിക്റൊന്നും ചെല്ലണില്ലല്ലോ. അതേ സമയത്ത് ഒരാള് എന്ത് പറഞ്ഞ അഊദുബില്ലാഹി ശൈത്വാൻ റജീം എന്നോ അതേപോലെയുള്ള എന്തെങ്കിലും ഇടക്ക് പറഞ്ഞാൽ അപ്പൊ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയുന്ന, അല്ലാതെ തുമ്മുകയോ ചുമക്കുകയോ എക്കിട്ടമിടുകയോ ഒക്കെ ചെയ്തത് കൊണ്ടൊന്നും ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയില്ല. അതുകൊണ്ട് തന്നെ മടക്കി ഓതേണ്ടതുമില്ല. മറിച്ച് ഇടക്ക് നിസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വല്ല ദിക്റോ മറ്റോ വന്നാൽ മുവാലാത്ത് മുറിയും. അപ്പൊ തൽക്കെന്ന് ഓതേണ്ടി വരും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4 ചോദ്യമുണ്ട് ഉസ്താദ്. അതിന്റെ ആവേശമൊക്കെ എനിക്ക് പോയി. ഇപ്പൊ ഞങ്ങള് ഓർമ്മ ഒന്ന് ചോദിക്കാം. പിന്നെ മറന്നുപോയി. വമൻ ഫാത്തഹു വിർദുഹു ഐ മിനൻ നഫ്ലിൽ മുത്ലഖി നുദിബ ലഹു ഖളാഉഹു. ഇവിടെ ഉസ്താദ് പറഞ്ഞത് സുന്നത്ത് നിസ്കാരവും സാധാരണ ചെല്ലാ ഔറാദുകൾക്ക് മുമ്പ് മറന്നുപോയി. എന്നാൽ അത് ചൊവ്വാഴ്ച ദിവസം ഖളാ വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. കൂട്ടത്തിൽ ചോദ്യം കൊണ്ട് ഈ വിർദുൽ ലത്തീഫൊക്കെ ഖളാ വീട്ടുമ്പോ ഉച്ചക്ക് മുമ്പാവണം എന്ന്, ളുഹറിന് മുമ്പായിരിക്കണം രാത്രി ഖളായി പോയത് ചെല്ലേണ്ട ദിക്ർ അത് കൊല്ല കാരണവശാലും ചെല്ലില്ലെങ്കിൽ ളുഹറിന് മുമ്പ് ചൊല്ലി തീർക്കണം എന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അത് അഫ്ളലാണ്, അത്രയേ ഉള്ളൂ. അതായത് രാവിലെ സുബഹിന്റെ ശേഷം ചെല്ലുന്ന വിർദുൽ ലത്തീഫോ അതല്ലെങ്കിൽ വിർദുൻ നബവിയോ അല്ലെങ്കിൽ പതിവായി ചെല്ലുന്ന വല്ല സ്വലാത്തുകളോ ഖുർആനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ളുഹറിന്റെ മുമ്പായി ഖളാ വീട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഉത്തമം. എന്നാൽ മറ്റ് സമയങ്ങളിൽ ഖളാ വീട്ടിയാലും സുന്നത്ത് കിട്ടും. ഉത്തമം ളുഹറിന് മുമ്പ് ആവലാണ്. എന്നതുപോലെ തിങ്കളാഴ്ചത്തെ നോമ്പ് ഖളായിപ്പോയി, പതിവായി നോക്കുന്ന നോൻപ് തിങ്കളാഴ്ച നോൽക്കാൻ പറ്റിയില്ല, എന്നാൽ ഏത് സമയത്തും ഖളാ വീട്ടാതെ ചൊവ്വാഴ്ചയും ആവാം. ഉസ്താദെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മുന്നത്തെ സഫിൽ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ആളുകൾ മുന്നിലേക്ക് ഇങ്ങനെ തിങ്ങി വരുന്നതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്ന കാരണം കൊണ്ട് ബാക്കിലേക്ക് അദ്ദേഹം ബാക്കത്തെ സഫിലേക്ക് മാറി നിൽക്കുന്നത് കൊണ്ട് വല്ല തെറ്റുമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. മറുപടി തന്നാലും. മുന്നിലെ സൊഫിൽ നിന്ന് പിന്നിലോട്ട് മാറി നിൽക്കുമ്പോ ഫളീലത്ത് ഒന്നാമൊക്കെ സൊഫിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. അല്ലാതെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. നിസ്കാരം ചെയ്യാതെക്കൂല. തുടർച്ചയായി 3 പ്രവൃത്തി വരാത്ത നിലക്ക് ഒന്നാമത്തെ സൊഫിൽ അമിതമായ തിരക്ക് കാരണം വിഷമം അനുഭവപ്പെട്ടപ്പോൾ ബേക്കിലെ സൊഫിലേക്ക് മാറി നിന്നാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരൂല. പക്ഷേ ഒന്നാം സൊഫിൽ നിന്ന് 2ാം സൊഫിലേക്ക് ബേക്കിലേക്ക് മാറുമ്പോൾ 1ാം സൊഫിൽ നിന്ന് നിസ്കരിക്കുന്ന ഫളീലത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്ന്. അല്ലാതെ നിസ്കാരം താത്തിലാവൊന്നുമില്ല. നിസ്കാരം സയ്യാവും ജമാഅത്തും സയ്യാവിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഉസ്താദ്, ഒരു ചോദ്യം വിഷയത്തിൽപ്പെട്ട ചോദ്യമല്ല. നമ്മുടെ ഒരു പ്രവർത്തകൻ ഇന്നലെ ടെലിഫോണിൽ വിളിച്ച് ഏൽപ്പിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഒരു ഷോപ്പുണ്ട്. അദ്ദേഹം മറ്റൊരാൾ കൂടി ഷെയർ ആയിട്ടുള്ള ഷോപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ഷെയർ ഇല്ലാത്ത പുറത്തു നിന്നുള്ള ഒരാൾക്ക്, അവിടെയുള്ള ഒരു ജോലിക്കാരന് ആ കട അദ്ദേഹം നടത്താൻ ഏൽപ്പിച്ചു. ഉദാഹരണത്തിന് 100 ദിനാർ അദ്ദേഹം മാസം കൊടുക്കുക എന്നുള്ള നിലക്ക് നടത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ നടത്താൻ ഏറ്റെടുത്ത ആള് ഇപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു പോലും ഫിക്സഡ് റേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടപാടിൽ സഹിയാവോ എന്നുള്ളത് ഉസ്താദമാരോടൊന്ന് ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം. ഫിക്സഡ് റേറ്റ് പറഞ്ഞുകൊണ്ട് ഷെയർ കൂട്ടാൻ പാടില്ല. ഫിക്സഡ് പറഞ്ഞുകൊണ്ട് കച്ചവടത്തിൽ ഷെയറുകാരനായിട്ട് കൂട്ടാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ബാത്തിലാണ്. എന്നാൽ ഈ സ്ഥാപനം അയാൾക്ക് വാടകയ്ക്ക് നടത്താൻ കൊടുത്തതാണെങ്കിൽ ഫിക്സഡ് റേറ്റ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ പറയുന്ന റേറ്റ് വാടകയാണ്. കുത്തിരിച്ച് നടത്താൻ കൊടുക്കുക എന്നൊക്കെ പറയുന്ന വകുപ്പ് പെട്ടതാണത്. അതായത് ഒരു വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പ് റൂം മാത്രമല്ല അതിലുള്ള സാധനം കണക്കെടുത്തുകൊണ്ട് അത് അയാൾക്ക് കൈമാറിയിട്ട് തിരിച്ചു തരുന്ന സമയത്ത് തത്തുല്യമായ സാധനത്തോട് കൂടി തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ. അപ്പൊ അതിൽ രണ്ട് കാര്യം ഉണ്ടാവുന്ന മാത്രം. ഒന്ന്, ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കുകയും, രണ്ട്, വസ്തുക്കൾ കടം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് ഏർപ്പാടുണ്ടാവും. കാരണം ആ വസ്തു കടം കൊടുക്കാതെ തിരിച്ചെടുക്കുന്ന സമയത്ത് അതേ സംഖ്യക്കുള്ള വസ്തു തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് കടം കൊടുത്തൊക്കെയാണ്, സ്ഥാപനം വാടകക്കുമാണ്. അപ്പൊ ഈ വസ്തു വിൽക്കുന്നില്ല, വസ്തു അതേ തുല്യ സംഖ്യ തിരിച്ച് കടമായിട്ട് ഇപ്പൊ കൊടുത്തു, തിരിച്ച് കടമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരുന്ന സമയത്ത് കൊടുക്കണം. സ്ഥാപനം വാടകക്കുമാണ് കൊടുക്കുന്നത്. അപ്പൊ ആ വാടക നിശ്ചിത സംഖ്യ കണക്കാക്കി വാടക കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഉദാഹരണം മാസം 100 ദിർഹം എന്ന് പറഞ്ഞത് ഈ സ്ഥാപനത്തിന്റെ വാടകയായാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടെ സംഖ്യ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് കച്ചവടത്തിൽ ഷെയർ കൂട്ടിയേക്കാണ്, ഇയാൾ ഒരു ഷെയറുകാരനായി കൂട്ടി, എന്നിട്ട് നിങ്ങളെ ഷെയറിന് അയാൾ മാസത്തിൽ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അത് ശതമാനം കൊണ്ട് പറയണം. ലാഭത്തിന്റെ, അതായത് ഇതിന്റെ വാടകയും മറ്റു ചെലവുകളും കഴിച്ച് കിട്ടുന്ന ലാഭത്തിന്റെ ഇത്ര ശതമാനം എന്നേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ സംഖ്യ പറയാൻ പാടില്ല. അതേസമയത്ത് നടത്താൻ കൊടുക്കുന്നിടത്ത് വാടകക്കാണ്, വാടക സംഖ്യ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, സുഹൃത്തുക്കള് കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ ഇപ്പൊ പല ഉസ്താദുമാരത്തും തങ്ങന്മാരത്തൊക്കെ പോയാല് അത് പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് ബുദ്ധികൾ നീങ്ങിയതായിട്ടും. ഇപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. റിലീസ് ചെയ്യുന്നു. എന്താ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായില്ലല്ലോ. ഒന്നുകൂടി മൈക്ക് എടുത്തിട്ട് അല്പം ഒന്ന് വിശദമായിട്ട് നിങ്ങൾ എന്താ ആ ചോദ്യം എന്ന് മനസ്സിലാക്കി തരണം. ശരിക്കും ഫുള്ളായില്ല, ഇടക്ക് കട്ടും വന്നിരുന്നു. ശബ്ദമുണ്ട്, ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. പക്ഷേ ഇടയ്ക്കൊരു കട്ട് വന്നു, പെട്ടെന്നൊരു നിർത്തിയേക്കാണ് ഉണ്ടായത്. അപ്പൊ ഒന്ന് ചോദ്യം മനസ്സിലാക്കാൻ തക്കത്തേൽക്കൊന്നും ചെറുതായിട്ട് വിശദീകരിച്ചാൽ മറുപടി പറയാം. മൈക്ക് എടുത്തോളി. എന്റെ ചോദ്യം ചോദിക്കാൻ കാരണം, ഞാനും പല ആവശ്യങ്ങൾക്ക് പല വ്യക്തിയുടെ അടുക്കൽ പോകാറുണ്ട്. അപ്പൊ നമുക്കൊന്നും പെട്ടെന്ന് കാര്യങ്ങളിനെ ഫലിച്ച് കാണാറില്ല. അപ്പൊ ഓരോ വ്യക്തികൾ പറയും, എനിക്ക് ഇന്ന് പ്രശ്നമുണ്ടായി, ഇന്ന ആളടുത്ത് പോയി, ഇപ്പൊ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫലങ്ങൾ കിട്ടി. അതുകൊണ്ടാ ചോദിക്കാൻ കാരണം, വേറൊന്നുമല്ല. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ കിട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്നാണ് നമ്മൾക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ചില പ്രശ്നങ്ങള് ഈ സമീപിച്ച വ്യക്തി അദ്ദേഹം പറഞ്ഞു കൊടുത്തതിൽ ഈ സമീപിച്ച വ്യക്തിക്ക് 100% വിശ്വാസം വരികയും അങ്ങനെ 100% വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഫലം കിട്ടി എന്ന് വരും. മറ്റ് ചിലപ്പോൾ വിഷയം അത്ര ഗുരുതരമല്ല, ലളിതമായ വിഷയമായിരിക്കും, പെട്ടെന്ന് ആ പ്രശ്നത്തിന് പരിഹാരമായെന്ന് വരും. നമ്മളെ ചില പ്രശ്നം വളരെ ഗുരുതരമായിരിക്കും, അപ്പോൾ അതിന് പരിഹാരത്തിൽ അല്പം താമസമെടുത്തെന്ന് വരും.
മറ്റു ചിലപ്പോൾ 100% നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പില്ല. നമ്മളൊന്ന് നോക്കുക. പണ്ട് ഇവിടെ ഇനി പരിപാടി ബദർവൈറ്റല്ലോ, ചില ആളുകൾ ബദർവൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട മരക്കാറ്റ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദു സമസ്തയുടെ സ്ഥാപക കാലത്തുണ്ടായിരുന്ന മുഷാവറ മെമ്പർമാരിൽപ്പെട്ട വലിയൊരു മഹാനായ, മുമ്പ് അരീകോടുകാരനായിരുന്നു, പിന്നീട് മഞ്ചേരി താമസമാക്കി മഞ്ചേരി മുദരിസായി ജീവിച്ച് അവസാനം വഫാത്തായി മഞ്ചേരി മറവട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട മരക്കാരട്ടി മുസ്ലിയാർ, സമസ്തയുടെ ആദ്യകാല മുഷാവറയിൽ തന്നെ മെമ്പറായിരുന്ന വലിയ മഹാനും സൂഫിവര്യനും, അവരുണ്ടാക്കിയ തജീലുൽ ഫുത്തൂഹ് എന്ന് പറഞ്ഞിട്ട് അജ്ജിൽ ബി ഫത്ഹിൻ മിൻക യാ റഹ്മാനന എന്ന് പറഞ്ഞൊരു ബദറീത്തുണ്ട്. അത് ഞങ്ങള് ബഹുമാനപ്പെട്ട AP ഉസ്താദിൽ നിന്നുള്ള നേരിട്ടുള്ള ഇജാസത്തുള്ള ആളുകൾ മുഖേന ഞങ്ങള് അത് നടത്താറുണ്ട്. വലിയ അത്ഭുതങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ പണ്ട് ഇഖാമ പുതുക്കി കിട്ടാനും തനാസുരം വലിയ പ്രശ്നമാകുമ്പോ അതൊന്ന് ചൊല്ലിയിട്ടാണ് ദ്വാരുന്നാൽ പെട്ടെന്ന്. അങ്ങനെ 2-3 ആളുകൾക്ക് ഇങ്ങനെ നടന്നപ്പം ഒരാള് പറഞ്ഞ് ഇന്ത്യവും കുറെ ബുദ്ധിമുട്ടായിട്ട് നമ്മളൊരു ബദറീത്ത് നടത്തി വെക്കുക പറഞ്ഞു. അങ്ങനെ ബദറീത്ത് നടത്തി, അയാൾക്ക് കിട്ടിയില്ല. അപ്പൊ എന്താ, ഈ പറഞ്ഞ വാക്ക് തന്നെ ഉണ്ടൊരു പ്രശ്നം. പലർക്കും ഇങ്ങനെ കിട്ടിക്കാണുന്നുണ്ട്, എന്നാ നമ്മളൊന്ന് നടത്തി വെക്കുക. അപ്പൊ മൂപ്പർക്ക് ഉറപ്പില്ല എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും കിട്ടിക്കാണുന്നുണ്ട്, എന്നാ ഞമ്മക്കും കിട്ടുമോ നോക്കുക, ഒരു ടെസ്റ്റാണ്. അപ്പൊ അയാൾക്ക് അതിലുള്ളൊരു വിശ്വാസം പോരാ. അതേ സമയത്ത് മുമ്പ് നല്ല സജീവ ലീഗുകാരനായിരുന്ന ഒരു പ്രവർത്തകൻ, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം കണ്ട് നമ്മളോട് അടുത്ത് വന്നിപ്പോ നമ്മളെ സജീവ പ്രവർത്തകനാണ്. അയാൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും 100% വിശ്വാസം. കാരണം അങ്ങനെ പുറത്തുനിന്ന് വന്നവർക്ക് അങ്ങനെയൊക്കെ കൂടുതൽ വിശ്വാസം ഉണ്ടാകുക. അയാൾ എന്ത് പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു ബദർവൈത്താണ് നടത്തിയാൽ അത്ഭുതം കാണാം. അപ്പൊ എന്താ, ഇയാൾ 100% വിശ്വസിച്ചിരിക്കുന്നു. ഉസ്താദന്മാരൊക്കെ അവിടെ കൂടി ആ ബദർവൈത്തില്ലേ നമ്മളെ പ്രശ്നം പരിചയം. അപ്പൊ പെട്ടെന്ന് നടക്കും. മറ്റേയാൾ പറഞ്ഞു തന്നെ എന്താണല്ലോ, എന്നാ നമ്മളൊന്ന് നടത്തി വെക്കുക എന്ന്. അപ്പൊ മൂപ്പന്റെ ടെസ്റ്റാണ്, അതിന് കിട്ടൂല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഈ സമീപിക്കുന്ന ആള് നമ്മളെ ഒരു സയ്യിദിനെ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ സമീപിച്ചിട്ട് അയാൾ ഒരു കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പരിക്കും എന്ന് 100% വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമാവും. അതില്ല, നമ്മളൊന്ന് നോക്കുക, പോയി നോക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും നടക്കൂല. അപ്പൊ 2 കാരണങ്ങളുണ്ട്. ചിലപ്പോ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥയും അതുപോലെ തന്നെ സാധാരണ അവസ്ഥയും കൊണ്ടാവാം പെട്ടെന്ന് ഫലം കിട്ടുന്നതും ഫലം കിട്ടാത്തതും. മറ്റൊന്ന് നമ്മുടെ ഇഖ്ലാസിന്റെയും സമർപ്പണത്തിന്റെയും ഏറ്റക്കുറവ് കൊണ്ടും ആവാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ഷമിക്കണം, പള്ളിയിൽ പോകാനാണ് മൈക്ക് എടുത്തത്. പിന്നെ ഒരു ചോദ്യമുണ്ട് ഉസ്താദ്, PM ഉള്ളൊരു ചോദ്യം. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് ഒരാൾ നിസ്കാരം കലാ ഉള്ള നിസ്കാരം വീട്ടിയാൽ തഹജ്ജുദിന്റെ കൂലിയും കൂടി കിട്ടുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. അത് കിട്ടും. തഹജ്ജുദിന്റെ സമയത്ത് അഥവാ രാത്രി കുറെ ഉറങ്ങിയതിന് ശേഷം ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബഹിന്റെ മുമ്പ് ഖളാ ഉള്ളത് ഖളാ വീട്ടുകയോ അതല്ലെങ്കിൽ ഇശാന്റെ റവാത്തിബ് നിസ്കരിക്കുകയോ അതല്ലെങ്കിൽ വിത്ർ നിസ്കരിക്കുകയോ ഒക്കെ ചെയ്താലും തഹജ്ജുദിന്റെ കൂലി കിട്ടും. ഓക്കെ, അങ്ങനെ തന്നെ ഈ ആയത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫർദ് നിസ്കാരം ഖളാ വീട്ടിയാലും തഹജ്ജുദിന്റെ സുന്നത്ത് കൂലി കിട്ടൂന്ന്. അസ്സലാമു അലൈക്കും. അടുത്ത ആള് മൈക്കെടുക്കുന്നില്ല. ഈ തഹജ്ജുദ് നിസ്കാരവും ളുഹാ നിസ്കാരവും, പിന്നെ ളുഹാ നിസ്കാരം പകലിന്റെ തഹജ്ജുദാണെന്നും തഹജ്ജുദ് നിസ്കാരം പിന്നെ സാധാരണ തഹജ്ജുദാണെന്നും പറയപ്പെടുന്ന അങ്ങനെ ഒരു ഉദ്ധരണിയുണ്ട്. ളുഹാ നിസ്കാരം പകലിന്റെ തഹജ്ജുദാണെന്ന് എവിടെയെങ്കിലും ഉസ്താദ് കണ്ടിട്ടുണ്ടോ എന്നറിയാനാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? രാത്രിയുടെ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം സുബഹിന്റെ മുമ്പ് നിസ്കരിക്കുന്നത്. എന്നാൽ ഫജ്റിന്റെ ശേഷം നിസ്കാരം കറാഹത്തായ സമയം മുതൽക്ക് കഴിഞ്ഞത് മുതൽക്ക് ളുഹർ വരെയുള്ള സമയത്തിനിടയ്ക്കുള്ള നിസ്കാരം
ആണെന്നല്ലാതെ അത് പകലിന്റെ തഹജ്ജുദാണെന്ന് ഞാൻ എന്റെ ശ്രദ്ധയിൽ എവിടെയും പെട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മളിപ്പോ സുജൂദില് ഈ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലിയതിന് സുജൂദ് ദീർഘിപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മോശമുണ്ടോ? അങ്ങനെ മൈക്രോ ഡിസൈൻ. ഇമാമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അമിതമായി നീട്ടൽ കറാത്താണ്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര കണ്ടു നീട്ടുന്നതും നല്ലതാണ്. അത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത് കൊണ്ട് നീട്ടാം. എന്നാൽ 11 വട്ടം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലിയതിന്റെ പുറമെ മറ്റ് ദിക്റുകളെ കൊണ്ട് നീട്ടുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി മറ്റ് ദിക്റൊന്നും ഒരാൾക്ക് കാര്യമായി അറിയില്ല, എന്നാൽ ഈ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത് തന്നെ എത്ര വട്ടമാണെങ്കിലും വർദ്ധിപ്പിച്ച് ആവർത്തിച്ച് സുജൂദ് നീട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. തന്നെയല്ല, സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. അങ്ങനെയൊക്കെ എത്ര വേണമെങ്കിലും നീട്ടാം, അത് ഖൈറേ ഉള്ളൂ. പക്ഷെ ഇമാമായി, പൊതുജനങ്ങളുടെ ഇമാമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അധികം നീട്ടാൻ പാടില്ല, അത് കറാത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു ചോദ്യം. നമ്മൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് ളുഹറിന്റെ വഖത്തില് അസർ ജമാക്ക് നമസ്കരിക്കുക, ളുഹറിനോടൊപ്പം അസറിനെ മുന്തിച്ച് ജമാക്കിയിട്ട് നമ്മൾ യാത്ര അവസാനിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അസർ ബാങ്ക് വിളിക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ അസർ വീണ്ടും മടക്കി നമസ്കരിക്കണമോ? ദ്വാവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. യാത്രയുടെ സമയത്ത് നിസ്കരിച്ച് ജമ്മാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര അവസാനിച്ച് നമ്മുടെ നാട്ടിലെത്തി അതിന്റെ ശേഷമാണ് ബാങ്ക് കൊടുത്തത് എങ്കിൽ പോലും ആ നിസ്കാരം രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. അത് ഇശാ ആണെങ്കിലും അങ്ങനെ തന്നെ, അസറാണെങ്കിലും അങ്ങനെ തന്നെ. ളുഹറിന്റെ വക്തിലേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കി, അതുപോലെ ഇശായിനെ മഗ്രിബിന്റെ വക്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കി, ആ ജമ്മാക്കിയ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മളെ യാത്ര അവസാനിച്ചത്. ചിലപ്പോൾ അസർ ബാങ്ക് കൊടുത്തിട്ടുകൂടി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നാട്ടിലെത്തിയതിന്റെ ശേഷമാണ് അസർ ബാങ്ക് കൊടുത്തത്, എന്നാലും ആ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ തന്നെ ഇശാ നിസ്കരിച്ചു ജമ്മാക്കിയിട്ട്, ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യാത്ര അവസാനിച്ചു, എന്നാലും ആ ഇശാ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടത് ഇല്ല. ഉസ്താദ്, ഇപ്പൊ നിർത്താൻ നേരത്തെ ആള് കുറെ വന്നിട്ടുണ്ട്. ഞാൻ ആരും ഇല്ലാത്തോട് വന്നാണ്. ഉസ്താദ്, ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മള് പലവട്ടം ദുആ ചെയ്തിരുന്നു. പാലച്ചർമാടുള്ള ഒരു മുത്താലിം 19 വയസ്സുള്ള ചെറുപ്പക്കാരന് ക്യാൻസർ ബാധിച്ച് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട് കണ്ണിൽക്ക് ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മൂത്താപ്പ ഒരു ഉസ്താദാണ്, ഇവിടെ പള്ളിയിൽ ഇമാമാണ്, പേര് പറഞ്ഞില്ല, അദ്ദേഹം വിളിച്ചിരുന്നു ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഖൈറായ രൂപത്തിൽ. എന്താണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പിന്നെ ദുആയിൽ ഉൾപ്പെടുത്തണം. 19 വയസ്സുള്ള മുത്താലിമാണ്, വളരെ സീരിയസ് കാരണം അങ്ങേയറ്റം ക്യാൻസർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. അതേ ആ മുത്താലിമിന്റെ മൂത്താപ്പയാണ് എനിക്ക് വിളിച്ചത്. അവരുടെ പിന്നെ ഒരു മകൾക്ക് വേണ്ടിയാണ്. ഒക്കെ മൊയ്ലിയമാർ ഇവിടെ പള്ളിയിൽ ഇമാമാണ്, മഹദില് പഠിക്കുകയാണ്. ഒരു കുട്ടി പിന്നെ ഹിഫ്ള് കഴിഞ്ഞിട്ട് ശരീഅത്ത് കോളേജിൽ മർക്കസിൽ പഠിക്കുകയാണ്. അങ്ങനെ ഒക്കെ ഉസ്താദ് മുത്താലിമീങ്ങളും ഹാഫിദീങ്ങളാണ്. അവരൊരു മൂത്ത പെങ്ങള് പിന്നെ മകളെ കല്യാണം കഴിച്ചൊരു ചങ്ങായി, അത് കുറെ മുന്നേ ദുആ ചെയ്തിട്ടുണ്ട് ഉസ്താദെ. അപ്പൊ മകള് ഗർഭിണിയാണ്, ഭർത്താവ് ശ്രദ്ധിക്കണില്ല, വളരെ പ്രയാസപ്പെട്ട് വേറൊരു ഏതോ ഒരു ഇതുമായിട്ട് എന്തോ സ്നേഹം കാരണത്താൽ ഇവളെ ശ്രദ്ധിക്കണില്ല, എപ്പോഴും തലയിറ്റി വിടലും, അതോ 7ാമത്തെ 6ാമത്തെ പ്രസവമാണ്. വളരെ പ്രയാസപ്പെട്ട ആ സ്ത്രീ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് സ്വന്തം ഭാര്യയെ റാഹത്തായിട്ട് നോക്കാനുള്ള ഒരു സന്മനസ് കൊടുക്കാനും ആ വിഷയത്തിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊക്കെ അയാളെ നേരെ അനുജന്റെ മകനാണ് ഈ 19 വയസ്സുള്ള ഈ മുത്താലിമ ചെറുപ്പക്കാരെ 2 ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. സമയം പോലെ ഉസ്താദ് നീങ്ങാവുന്നതാണ്. അടുത്ത ചോദ്യകർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. സമയം ഉണ്ടെങ്കിൽ മൈക്ക് വിട്ടു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം വെച്ചാൽ ഉസ്താദേ, ഇപ്പൊ എന്റെ അവസ്ഥ പറയുന്നു, ഓരോ സമയത്ത് നമ്മളിപ്പോ ഈ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു ഉദാഹരണം പറയാന്ന്, നമ്മളിപ്പോ അത്തയാത്ത ഓതിപ്പോവുക, റബ്ബി ഗഫിർ ലഹു പറയുന്നതിന് പകരം അങ്ങനെ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്ന. അസ്സലാമു അലൈക്കും. നിസ്കാരം ബാത്തിലാവൂല. ഇടയിലിരുത്തത്തില് അത്തയ്യാത്ത് ഓതിപ്പോയി, അല്ലെങ്കിൽ സുജൂദിൽ ഫാത്തിഹ ഓതിപ്പോയി, അവിടെ നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ അത്തയ്യാത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഫാത്തിഹയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ സുജൂദ് സുന്നത്തുണ്ട്. നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. മനഃപൂർവ്വമാണെങ്കിലും ബാത്തിലാവൂല, മറന്നുകൊണ്ടാണെങ്കിലും ബാത്തിലാവൂല. പക്ഷേ ഫാത്തിഹ നൃത്തത്തിലല്ലാതെ ഓതുകയോ അത്തഹിയാത്ത് ഇരുത്തത്തിലല്ലാതെ ഓതുകയോ ഒക്കെ ചെയ്താല് സഹ്വിന്റെ സുജൂദയിൽ സുന്നത്തുണ്ട്, നിസ്കാരം ബാത്തിലാവൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മള് ഈ ഗൾഫുകളിലൊക്കെ, ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മള് പിന്നെ ബാങ്ക് വിളിച്ചാല് ഇവിടെ പള്ളിയില് ജമാഅത്തിന് നമ്മളൊക്കെ പോവാറുണ്ട്. പക്ഷെ ഈ പള്ളിയില് ജമാഅത്തിന് അവര് പിന്നെ ഇവിടുത്തെ ഇമാമ് ബിസ്മി, ചില ഇമാമുകൾ ഓതലുണ്ടോ ഇല്ലേ നമുക്കറിയില്ല, ഓതലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കൂടാറ്. പക്ഷെ നമുക്ക് നമ്മുടെ റൂമിൽ ഒരാളെയും കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണോ നല്ലത്, അതോ പള്ളിയിലുള്ള ജമാഅത്തിന് പോവുകയാണോ നല്ലത് എന്ന് പറഞ്ഞാലും മൈക്ക് റിലീസ്. അത് ഇൻഷാ അല്ലാഹ് ജമാഅത്തിന്റെ ബാബിന്റെ തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട്. നാളെ മുതൽ ജമാഅത്തിന്റെ ബാബ ആ ഭാഗത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. സമയം വളരെ പരിമിതമാണ്, ബാങ്ക് വിളിക്കാനാകുന്നുണ്ട്. ഈ ആളുകളൊക്കെ ലാസ്റ്റാ വരിക. അപ്പൊ അത് നിങ്ങൾ വിഷമക്കണ്ടായി, നമുക്ക് നാളെ മുതലുള്ള ജമാഅത്തിന്റെ ബാബിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. അലൈക്കും. ഉസ്താദേ, എൻ്റെ ചോദ്യം സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പിന്നെ ഇവിടുത്തെ റിയാലിന് വേണ്ടി നാട്ടിൽ കുറച്ച് പൈസ വാങ്ങിയിരുന്നു. അപ്പോൾ അത് അന്നത്തെ റേറ്റ് പ്രകാരമാണ് റിയാൽ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ശേഷം അയാൾ തന്ന പൈസ തിരിച്ചു കൊടുക്കുമ്പോഴേ ഇന്നത്തെ പൈസനേക്കാട്ടും കൂടുതലായിരിക്കും നാട്ടിലെ പൈസ വരിക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ പൈസൻ്റെ ഇടപാടിൽ കൺവെർട്ട് എങ്ങനെയാണ് അത് നടത്താൻ കഴിയുന്നത്? അതേ ഇന്നത്തെ റിയാലിന്റെ ആ തോതിലുള്ള പൈസ നാട്ടിൽ കൊടുത്താൽ മതിയോ, അന്നത്തെ പൈസനനുസരിച്ചുള്ള റിയാല് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എന്ന് വിശദീകരിച്ച് തന്നാലും എനിക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതൊക്കെ നിങ്ങൾ എങ്ങനെ ബിസിനസ് ചെയ്തത് എന്നനുസരിച്ച് ചെയ്യല്ലാതെ അത് പൊതു നിയമമായിട്ട് പറയാൻ പറ്റൂല. റിയാലായിട്ട് റിയാലിന് പകരം കൊടുക്കാൻ വേണ്ടിയിട്ട് റിയാല് വാങ്ങിയതാണെങ്കിൽ പണ്ട് വാങ്ങിയ അതേ റിയാൽ ഇപ്പോഴും കൊടുക്കണം. കാശായിട്ട് വാങ്ങിയത് കാശായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പണ്ട് വാങ്ങിയ അതേ കാശേ ഇപ്പോൾ കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ തമ്മിൽ ഇടപാട് നടന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഉദാഹരണം 10,000 രൂപ നിങ്ങൾ വാങ്ങി തിരിച്ച് 10,000 രൂപ തരാം എന്ന വ്യവസ്ഥയിലാണെങ്കിൽ 10,000 രൂപ കൊടുത്താൽ മതി. അതേ സമയത്ത് 1000 ദിർഹം അല്ലെങ്കിൽ 1000 റിയാലാണ് നിങ്ങൾ വാങ്ങിയിരുന്നത് എങ്കിൽ ആ 1000 റിയാൽ കൊടുക്കണം. അന്നത്തെ മൂല്യം എന്താ ഇന്നത്തെ മൂല്യം എന്താന്നൊന്നും അതിലറിയില്ല. പിന്നെ അവിടെയും ഇവിടെയും കൂടി 2 കോണിമ്പോ ചവിട്ടിക്കാണ്ടാണെങ്കിൽ അത് നിങ്ങൾ ഇടപാട് ചെയ്തത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അതനുസരിച്ച് അതിന്റെ തീരുമാനം എടുക്കേണ്ടതാണ്. നിസ്കാരത്തിന്റെ ഇടയിൽ ഇത്തികാഫിന്റെ നെയ്യത്ത് കരുതാൻ പറ്റുമോ? പള്ളിക്ക് ജമാഅത്തെ നിസ്കരിക്കണമെങ്കിൽ കരുതാൻ പറ്റും. നാവ് കൊണ്ട് പറയണ്ട, മനസ്സുകൊണ്ട് കരുതാം. കാരണം അത് ലഫ്ള് ആവശ്യമില്ലാത്ത ഇബാദത്തുകളിൽപ്പെട്ടതാണ്. മനസ്സിൽ കരുതിയാൽ മതി. അങ്ങനെ നിസ്കാരത്തിന്റെ ഇടയിൽ ഇത്തികാഫിനെ നിയ്യത്ത് കൊണ്ട് മനസ്സ് കരുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിയ്യത്ത് ഇത്തികാഫിന്റെ കൂലിയും കിട്ടും, നിസ്കാരത്തിന് കുഴപ്പമില്ല. അതേസമയത്ത് ലഫ്ളും പറയണ്ട. കാരണം ലഫ്ള് ആവശ്യമില്ലാത്ത കാര്യം, നിസ്കാരമായിട്ട് ബന്ധമില്ലാത്തത് നിസ്കാരത്തിൽ പറയാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ലഫ്ള് ആവശ്യമില്ലാത്തതാണ്, മനസ്സുകൊണ്ട് കരുതാൻ പറ്റുന്ന കാര്യമാണ്. കരുതാം, അങ്ങനെ കരുതിയാൽ കൂലിയും കിട്ടും.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഇമാമായിട്ട് ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് റക്കാത്ത് പിന്തി തുടരുകയും 2 റക്കാത്തിന് ശേഷം നമ്മൾ നമസ്കരിക്കുന്ന 2 റക്കാത്തിലേക്ക് നമസ്കരിക്കുന്ന സമയത്ത് സൂറത്ത് ഓതാൻ നിർബന്ധമുണ്ടോ? ആദ്യം നമ്മൾ 4 റക്കാത്തുള്ള നമസ്കാരം ഇമാമിനോട് ചേർന്നത് 2 റക്കാത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ അവസാന സലാം വീട്ടിയതിന് ശേഷം 2 റക്കാത്ത് നമസ്കരിക്കുന്നതിൽ നമ്മൾ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. അവസാനത്തെ 2 റക്അത്തിലാണ് ഇമാമിനോട് തുടർന്നത്. അവിടെ ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ കിട്ടിയ അവിടെ തന്നെ ഓതാ, സിറായിട്ട് നിസ്കരിക്കുന്നതായതുകൊണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനം നിസ്കരിക്കുന്ന റക്അത്തുകളിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഓക്കെ, സമയം ഇല്ല. ഇനി ഒരാളൂടി ഉണ്ട്. അൽ ഫാത്തിഹ ബാക്കി ഇനി നാളെയും ചോദിക്കുക. മറ്റേ ആള് ഫസ്റ്റിൽ വരുന്ന ആളായതുകൊണ്ട് അയാൾ മിക്കെടുത്തോളി, എന്നിട്ട് സമയമായി. അതുകൊണ്ടാ. അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മളിപ്പോ ഒരു കൂലിപ്പണി, ഒരു പറമ്പിൽ ജോലിയായിട്ട് വരികയാണ്. ഇപ്പൊ ശരീരം മൊത്തം കച്ചവടമൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് വെക്കുന്നുണ്ട്. അപ്പം പള്ളിക്കാരൻ നിസ്കരിച്ച ജമാഅത്ത് കിട്ടും, അല്ലെങ്കിൽ അതെല്ലാം വീട്ടിൽ പോയിട്ട് എല്ലാം ഡ്രസ്സ് മാറി അങ്ങനെ ശുദ്ധിയായിട്ട് നിസ്കരിക്കുമ്പോൾ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. മേഖലയിൽ നജസ്സില്ലെങ്കിൽ പള്ളിയിൽ അഴുക്കൊന്നും ആവില്ലെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കലാണ് നല്ലത്. കാരണം ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതല്ല. നജസ്സുണ്ടെങ്കിൽ പിന്നെ വൃത്തിയാക്കാൻ നിസ്കരിക്കാനോട്ട് പറ്റൂലല്ലോ. നജസ്സില്ല, പൊടിയും ചെടിയൊക്കെ ഉണ്ട്. അത് ഒതു കൊടുത്ത് പള്ളിയിലാകാത്ത നിരക്ക് നിസ്കരിച്ചെങ്കിലേ ജമാഅത്ത് കിട്ടുള്ളൂ. വീട്ടിൽ പോയി കുളിച്ചൊക്കെ മാറ്റി വരുമ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇപ്പോൾ തന്നെ പള്ളിയിൽ കയറി ജമാഅത്തായിട്ട് നിസ്കരിക്കാവുന്നതാണ്. നജസ്സുണ്ടെങ്കിൽ പിന്നെ പറ്റൂല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ആരിബുല്ലിൽമിന് ചോദ്യം ഇല്ലാ തോന്നുന്നു. കൈ വെറുതെ പൊക്കിയതേ. എനിക്കറിയാം. ഏതായാലും സമയം അവസാനിച്ചു, ബാങ്ക് കൊടുക്കാൻ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും അവന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദരീങ്ങളുടെയും മഹാനായ സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെയും ഹക്ക് ബറക്കത്ത് കറാമത്ത് കൊണ്ടും അഹ്ലു ബൈത്തിന്റെയും പ്രത്യേകിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഹക്ക് കൊണ്ടും അല്ലാഹു തആല എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു തആല ഹസനാക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ക്യാൻസർ ബാധിച്ച ആ കുട്ടി അല്ലാഹു തആല ആയുസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുത്ത് സലാമത്താക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ഉഖറവിയായ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഹുസ്നുൽ ഖാത്തിമത്ത് എളുപ്പമാക്കുമാറാകട്ടെ. രണ്ടായാലും വിഷമത്തിലും പ്രയാസത്തിലും ആകാതെ അല്ലാഹു തആല എളുപ്പത്തിൽ ഫത്ഹും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ സഹോദരിയുടെ ദുഃഖകരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖല്ലിബുൽ ഖുലൂബാൻ, അർഹമുർ റഹീമായ റബ്ബേ, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും കറാമത്ത് കൊണ്ട് ആ സഹോദരിയുടെ ഭർത്താവിന്റെ മനസ്സ് ഖൈറിലേക്ക് അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ മുഖല്ലിബുൽ ഖുലൂബ് ആണല്ലോ അല്ലാഹ്. നല്ലവരെ ചീത്ത അവസ്ഥയിലേക്കും ചീത്ത അവസ്ഥയിലുള്ളവരെ നല്ല അവസ്ഥയിലേക്കും മനസ്സ് മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. ആ സഹോദരന്റെ മനസ്സിനെ നീ ഖൈറിലേക്ക് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, ആ ഷർറായ ചിന്തയിൽ നിന്നിട്ടും ആ അവസ്ഥയിൽ നിന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനെ നീ ശുദ്ധി ചെയ്ത് ഉസ്താദെ മൈക്ക് പോയതാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് ഡിസൈൻ അറിയില്ല. ഉസ്താദിന് റൈസാനിത ദുആ പൂർത്തിയാക്കായിരുന്നു.
ഉസ്താദ് പോയി DC ആയി പോയിട്ടുണ്ട്. ഇനി ഉസ്താദ് വരെ ഉണ്ടാവൂല മിക്കവാറും. ഉസ്താദ് അവിടെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 35-ന് ബാങ്കാന്ന് ഉസ്താദ് പറയലുണ്ട്. പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്തു. ഉസ്താദ് ഇനി വരികയാണെങ്കിൽ ഉസ്താദ് മൈക്കിലേക്ക് വരാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്ത വിഷയം പിന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ എല്ലാവരും അറിയാം. ഉസ്താദ്മാരൊക്കെ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ മകള് ബാപ്പാട് കരഞ്ഞിട്ട് വിഷയങ്ങൾ പറയുമ്പോ ബാപ്പ പിന്നെ പടച്ചവനോട് ദുആ ചെയ്തോ എന്ന് പറയലാണ്. അപ്പൊ അത്രക്ക് വളരെ ഒരു പ്രയാസങ്ങളുള്ള ഒരു ഇതാണ്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല. വിഷയങ്ങളൊക്കെ തുറന്ന് അവര് പറയലുണ്ട് സാധുവായ എന്നോട്. അള്ളാഹു തആല രൂപത്തിൽ ഒക്കെ ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ദുആ ചെയ്തു. പെട്ടെന്ന് അത് നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം അവർക്ക് കൊടുക്കട്ടെ. വളരെ പ്രയാസപ്പെട്ടു. അതും ചെറിയ ചെറിയ കുട്ടികളും പിന്നെ അതോടുകൂടി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പ്രസവം അടുത്തടുത്ത് വരവും അതോടൊക്കെ തലയുറ്റി വീഴലും തീരെ ശ്രദ്ധിക്കാതെ ഒരു നിലക്കും ഒരു സ്വന്തം ഭാര്യ നിലക്കുള്ള നോട്ടം പോയിട്ടുള്ള ഒരു നോട്ടം കൂടി നോക്കാതെ ഇരിക്കുമ്പോ എത്രമാത്രം മാനസികപരമായിട്ട് തളർന്നിട്ട് ക്ഷീണിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ തലയുറ്റി വീണത്. അപ്പോ അത് വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കുറെ സാമ്പത്തികം ഉണ്ടാകുക എന്നുള്ളതല്ല, മനസ്സിനുള്ളതിന് റാഹത്തായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറെ സമ്പത്ത് കുറെ മുതലുണ്ടായിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അത് ഉപകാരപ്രദമാവണം. ഇവിടെ 60-ലധികം ഷോപ്പുള്ള ഒരു വലിയ ഉടമ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട്, കോഴിക്കോട് ജില്ലയിലാണ്, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ബാപ്പർ തുള്ളി വെള്ളം കുടിക്കട്ടെ വെച്ചിട്ട് മക്കൾ ഓടി നടന്നു. പക്ഷെ അള്ളാഹിന്റെ ഖദർ നേരെ തിരിച്ചായിരുന്നു. ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് കമ്പനി ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോ ഇന്നലെ കൂടി ആ കടയിൽ പോയിരുന്നു സാധുവായ ഞാന്. അപ്പൊ അവര് പിന്നെ ഇപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട്. അതിന്റെയൊക്കെ വാടക പിരിക്കാൻ ആ ഭാര്യ മക്കളെല്ലാരും പാടെ വന്ന് പിരിച്ചു കൊണ്ടുപോവലാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അള്ളാഹു തആല എന്റെ ഖദർ അങ്ങനെ വന്നു. അല്ലോ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഒരു ഷെയ്ഖുന ഉസ്താദൊക്കെ പെട്ടെന്ന് ദുആ ചെയ്യുമ്പോ കൂട്ടരുണ്ട് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ കുറച്ചൊക്കെ സഹായങ്ങൾ നൽകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ കുറെ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. നല്ല ജീവിതത്തിന് റാഹത്തും ഒക്കെ കിട്ടാണ് വേണ്ടത്. അപ്പൊ ആ ഒരു കിട്ടാത്ത പ്രയാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തലയിറ്റി ബാത്റൂമിൽ പലവട്ടം വീണ് വളരെ പ്രയാസപ്പെട്ടു. അതും ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അതോടുകൂടിയാണ് പിന്നെ വീണ്ടും പിന്നെ അത് അള്ളാഹിന്റെ ഖദർ പോലെ അങ്ങനെ ഗർഭിണി ആയാലും ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധ ഇല്ല എന്ന് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ എന്നോട് പറയുമ്പോ അത് ഇങ്ങനെ റെഫർ ചെയ്യുക അത്രേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പൊന്നാര ഉസ്താദെ ഞാൻ മൗലിദിന്റെ സമയത്ത് വായിക്കാന്ന് പറയും. അത് 20, 25 ചിലപ്പം 18, 16 ലീസ്റ്റൊക്കെ ഉണ്ടാവുമ്പോ അതിൽ പ്രധാനപ്പെട്ടത് ഉസ്താദിലേക്ക് റെഫർ ചെയ്യാണ്. അള്ളാഹു തആല നമ്മുടെ നല്ലൊരു ബർക്കത്താക്കപ്പെട്ട മജ്ലിസും ഇൽമു കൊണ്ടൊക്കെ വളരെ പിന്നെ അറിവുള്ള ബഹുമാനപ്പെട്ട അബൂഷാഖർ ഉസ്താദ് നമ്മുടെ ഉസ്താദും ഒക്കെ ആവുമ്പോ നമുക്ക് അത് കുറെ ആളുകൾ പല ഭാഗത്തും ആമീൻ പറയുമ്പോൾ അള്ളാഹു തആല കബൂൽ ചെയ്യും. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പൊ ആ മുത്താലിമ് നല്ല ദർസിൽ ഓതി പഠിക്കണം, നല്ലൊരു മുത്താലിമാണ്. അദ്ദേഹത്തിന്റെ നേരെ ഉസ്താദ് പോയി ഓഫ്ലൈനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേരെ അനുജന്റെ മകനാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ഉള്ളത്. സീരിയസ് ആയിട്ട് വളരെ അങ്ങേയറ്റം സീരിയസ് ആയി അവസാനം ഇപ്പൊ ഇന്ന് വിളിച്ചു പറഞ്ഞത്, ഇടക്കൊക്കെ വിളിക്കലുണ്ട്, ഇന്ന് വിളിച്ചു പറഞ്ഞത് ബ്ലഡ് കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് സീരിയസ് ആന്നുള്ള രൂപത്തിൽ തന്നെ ആ സെക്ഷനിലേക്ക് ഡോക്ടർമാർ മാറ്റിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആല ഖൈർ എന്താണെങ്കിൽ അത് അള്ളാഹു തആല പെട്ടെന്ന് പിന്നെ അള്ളാഹു തആല ഷിഫയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഷിഫ അള്ളാഹു തആല കൊടുക്കട്ടെ. അതല്ല ആയസ് ചുരുങ്ങി രോഗത്തോട് അള്ളാഹുവിന്റെ ഖദറിന് അടിമപ്പെട്ട് അങ്ങനെയാണെങ്കിൽ അള്ളാഹു തആല പെട്ടെന്ന് അധികം കഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ആ മുത്തഅല്ലിമീനെ അള്ളാഹു തആല പിന്നെ അള്ളാഹുവിലേക്ക് ബർസഖിയായ ഒരു ലോകത്തേക്ക് അള്ളാഹു തആല വിളിച്ച് ആ സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി അള്ളാഹു തആല മൗത്താക്കട്ടെ. അങ്ങനെയുള്ള പിന്നെ പ്രയാസങ്ങളൊന്നും അള്ളാഹു നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തരാതിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ. അതൊക്കെ കേൾക്കുമ്പോ തന്നെ വളരെ വിഷമങ്ങൾ തോന്നിപ്പോവും. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പല വിഷയങ്ങളും ദുആ ചെയ്യാണ്ടാകുമ്പോ ഇനി ആരും അറിയാതിരിക്കണ്ട വെച്ചിട്ട് പറയാണ്. രാവിലെ മൗലിദിന്റെ സമയത്ത് ഇപ്പൊ 1.25 ലക്ഷത്തിന്റെ അടിയിൽ 1,15,000-ഓളം ഏകദേശം തോന്നുന്നു അത്ര സ്വലാത്ത് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിഞ്ഞ മാസത്തത് സ്വലാത്ത് ദുആ ചെയ്തു. അങ്ങനെ ഇനിയും സ്വലാത്തുകൾ ഒരു ദിവസം ഇന്ന് 4,000-ന്റെ അടിയിലുണ്ട്, ചില ദിവസം 10 ഉണ്ടാവലുണ്ട്, മിഞ്ഞാന്ന് അതിന് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ
100, 101, 313, ഇനി അതിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് PM ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് വളരെ റാഹത്താണ്. നല്ല ഉസ്താദന്മാർ, ഇന്ന് നമ്മുടെ ഒരു ഉസ്താദ് ദുആ ചെയ്തു, അങ്ങനെ ബഹുമാനപ്പെട്ട SNK തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉസ്താദന്മാരും തങ്ങന്മാരും ദുആ ചെയ്യും. അതിന്റെ മുന്നൊരു ലീസ്റ്റ് സാധുവായി ഞാൻ വായിക്കും. അപ്പൊ അതിൽ 2 ദുആയിൽ ഉൾപ്പെടുത്തും. 2 ദുആന്റെ ഇടയിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അശ്റക്കടക്കം ഭംഗിയായി മുന്നോട്ട് പോകുന്ന നല്ലൊരു പിന്നെ കുറെ PM ഉണ്ട് സുഹൃത്ത്, അത് വായിച്ചിട്ടില്ല. ഞാന് ഒരുപാട് PM കിടക്കുന്നത് നെറ്റിന് പ്രശ്നമാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ, ഇന്ന് മാത്രമേ ഒരു ലെവലായിട്ടുള്ളൂ. ഇത്തിസലാത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡ് കൂട്ടിക്കോളിന്ന് പറയാണ്. ഉള്ള സ്പീഡ് തന്നെ ഇപ്പൊ കിടക്കുകയാണ് അവിടെ കെട്ടിക്കിടക്കുക. പിന്നെ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ അൽഹംദുലില്ലാ ഉസ്താദിന്റെ ക്ലാസ്സിന് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചു. ഇന്നലെ മിഞ്ഞാന്ന് 3-4 ദിവസമായി ആ സമയത്ത് മാത്രം കട്ടായിട്ട് വരുന്നു. അപ്പൊ PMകളൊക്കെ മറുപടി കിട്ടാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. അപ്പൊ എല്ലാരും ആ വിഷയത്തിൽ സഹകരിച്ച് പരമാവധി വെറുതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഫാമിലികളുണ്ട്. അവരൊക്കെ നിർബന്ധമായിട്ട് ഒന്ന് പിന്നെ സലാത്തുകളൊക്കെ ചൊല്ലി PM ചെയ്ത് കഴിഞ്ഞാൽ 2 ദുആ കിട്ടും മൗലിദിന്റെ സദസ്സിന്. അതോടൊപ്പം എല്ലാം ഒരുമിച്ച് കൂട്ടി, ഇതിപ്പോ ജൂൺ മാസമാണ്, അത് എല്ലാം ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസിന്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് റംസാനിക്കായിരിക്കും ഒരു പക്ഷെ ദുആ വരിക. ആ സമയത്ത് ദുആ നമ്മൾ ചെയ്യും, ഉസ്താദ്മാർ ചെയ്യും. അങ്ങനെ വളരെ റാഹത്തോട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വിഷയങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതായത് എത്രയോ വിഷയങ്ങൾ എണ്ണി പറയാൻ ഡസൻ കണക്കിനുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ സാധാരണ പ്രശ്നമല്ല, അതൊരിക്കലും അറബി ഒപ്പിട്ട് കൊടുക്കൂല, അറബി പ്രശ്നത്തിലായിരുന്നു, അറബി ഒഴിവാക്കാൻ നിന്നു, അങ്ങനത്തെ ചില ആളുകൾ ഇപ്പൊ തന്നെ 2-3 ദിവസം മുമ്പ് അതൊക്കെ ഒരുപാട് ഉസ്താമാരെ ദുആ കൊണ്ടും അവര് കുറെ സലാത്ത് എല്ലല് കൊണ്ടും നേർച്ച കൊണ്ടും നമ്മുടെ റൂമിലുള്ള ദുആ കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ട് കിട്ടിയെന്നിട്ട് അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് അറബി സ്വഭാവം മാറി നല്ല ഉഷാറായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വളരെ റാഹത്തോടു കൂടി അവര് സമാധാനം പറയുന്നു. നീ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറഞ്ഞു, ഫാമിലിയോട് തന്നെ താമസിക്കണേ, നല്ല കുട്ടികളൊക്കെ ഇവിടെ പിന്നെ കുട്ടികളൊക്കെ മദ്രസ സ്കൂൾ ഇവിടെ തന്നെ പോകുന്നു, മെച്ചപ്പെട്ട ശമ്പളം മേടിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും മൂലക്ക് എന്നെ പോലെ കൂടുന്നവരല്ല, പതിറ്റാണ്ടുകളിൽ അങ്ങനെ ഭംഗിയായിട്ട് പെട്ടെന്ന് അറബി നീ പൊയ്ക്കോന്ന് പറഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ എന്താണ് അവരെ പ്രയാസം ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ കെട്ടടങ്ങിയിട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തുകളൊക്കെ ചൊല്ലി എല്ലാവരും PM ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരെ ദുആ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും എന്തൊക്കെ വിഷയങ്ങൾ അടിക്കണം ഞാൻ മനസ്സിലാക്കണില്ല. അപ്പൊ ഇനി എന്തെങ്കിലും PMകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് പിന്നെ ഉസ്താദിനോട് സംസാരിക്കുന്ന സമയത്ത് ആഹാരം PM ചെയ്ത് വായിക്കൂല. കാരണം അത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ തോന്നിക്കഴിഞ്ഞാൽ എന്നറിയിക്കുന്നു. അപ്പൊ പ്രധാനപ്പെട്ട വിഷയം ഇത് 2 ഏൽപ്പിച്ചത് കൊണ്ട് അത് ഒരു വ്യക്തി ഒരു ഉസ്താദിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പേരറിയും, നമ്മുടെ നേതാക്കന്മാർക്കും പേരറിയും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒക്കെ നല്ല ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ എന്റെ മക്കളൊക്കെ ആക്കണം എന്നുള്ളൊരു ഒരു ചിന്ത അവർക്ക് വന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും മുത്താലിമീങ്ങളായിട്ടും ഹാഫിളീങ്ങളായിട്ടും പഠിക്കുന്നു. പഠിപ്പ് കഴിഞ്ഞവർ ജോലി നിർവഹിക്കുന്നു, അവരും ഇവിടെ ജോലിയിൽ തുടരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാവുമ്പോ അവര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അത് പറയുമ്പോൾ ഉസ്താദിനോട് ഇങ്ങനത്തെ സദസ്സിൽ പറയും. ഇനിയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മൗലിദിന്റെ സമയത്ത് UAE സമയം 5:30, ഒരു 7 മണി നാട്ടിലത്തെ സമയം ഇങ്ങനെ നോക്കിയാൽ മതി. നാട്ടിലുള്ളവരൊക്കെ 7 മണി 6:45 ഇൻഷാ അല്ലാഹ് ലിസ്റ്റുകളൊക്കെ വായിക്കും. അതിൽ നിങ്ങളെ കഴിയുന്ന സലാത്തുകളൊക്കെ ചൊല്ലി, നാരിയത്ത് സലാത്ത് തെറ്റാതെ ചൊല്ലിയിട്ട് അത് എത്രയാണെങ്കിലും പേരൊന്നും വായിക്കൂല, പഠിച്ചവർ മാത്രമേ പേരറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറവ് സലാത്ത് ചൊല്ലി ഇന്ന ആളത് 500 ഉണ്ടല്ലോ, പിന്നെ അല്ലെങ്കിൽ 4441 ഉണ്ടല്ലോ, എന്റെ സലാത്ത് ഒരു 53 ആണല്ലോ, 63, അതാരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ സലാത്തിന്റെ എണ്ണം മാത്രമേ വായിക്കുള്ളൂ, ആരും പേര് വായിക്കലില്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സലാത്ത് ചൊല്ലിയവരും അല്ലാത്തവരും ഉണ്ടായിരിക്കും, അവരുടെ ലിസ്റ്റ് വേറെ വായിക്കും. അപ്പൊ എല്ലാവരും ആ വിഷയത്തിൽ സഹകരിച്ച വളരെ റാഹത്താണ്. നമ്മുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും കെട്ടുമുട്ടുകളും എന്ന് പറഞ്ഞല്ലോ, ഹാജത്തുകളൊക്കെ നിറവേറി കിട്ടാനും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീരാനും അതുപോലെ എല്ലാ കെട്ടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഒഴിവായി കിട്ടാനൊക്കെ പറ്റുന്ന ഒരു സലാത്താണ്. അത് തെറ്റാതെ ഹർഫുകളും അതുപോലെ ഒക്കെ വളരെ തെറ്റാതെ കറക്റ്റ് ചൊല്ലിയിട്ട് സാവധാനം ചൊല്ലിയിട്ട് PM ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വായിക്കും. ഇവിടെ സയ്യിദന്മാർ ഉസ്താദന്മാർ ദുആ ചെയ്യും.
അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് റെഫർ ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഉസ്താദന്മാര് വലിയ വലിയ ഉസ്താദന്മാരെ ഏൽപ്പിക്കുകയാണ്. അതിലേക്കും വലിയ വീണ്ടും പ്രശ്നങ്ങൾ തീരാത്താണെങ്കിൽ അല്ല നമ്മുടെ നേതൃനിലയിൽ നമുക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആലിമീങ്ങൾ സാദാത്യങ്ങൾ നമ്മുടെ നേതൃത്വമുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർന്നിട്ടുണ്ട്, അങ്ങനെ തീർന്നു പോകുന്നുമുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ അല്ലാഹു തആല ആക്കിത്തരട്ടെ. തൽക്കാലം മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇപ്പൊ പറഞ്ഞതുപോലെ വലിയൊരു വിഷയമാണ്. ആ കുട്ടിന്റെ കാര്യം എല്ലാവരും നന്നായി ദുആ ചെയ്യാൻ, അതിന്റെ ശേഷവും മറ്റുള്ള ദിക്റിന്റെ സമയത്തും ഒക്കെ ബഹുമാനപ്പെട്ട അബൂഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് വളരെ നന്നായി ഇന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചു. പ്രത്യേകമായി നമുക്ക് ഇന്ന് വേദനിപ്പിച്ചൊരു വിഷയമുണ്ട്. ഉസ്താദിന്റെ അപ്രവർത്തന കാലത്തുള്ള രംഗവും അതുപോലെ മഹാന്മാരുടെ ആശീർവാദവും ചെറുപ്പം മുതൽക്കേ ഉസ്താദിന് ഉണ്ടായിരുന്നു എന്നുള്ള സത്യാവസ്ഥ ഓരോ നിമിഷങ്ങളെ കൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അതോടുകൂടെ ഉസ്താദ് ഇവിടുന്ന് വിട പറയുകയാണ് എന്ന് അല്പം മുമ്പ് അറിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ചെറുപ്പ ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഏതോ ഒരു ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ ഉസ്താദ് വിശദമായി ഈ റമളാനോട് കൂടെ പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചു പോയി. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതോട് കൂടെ തന്നെ അതൊക്കെ മതിമറന്നുപോയി. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ജൈനി ഉസ്താദൊക്കെ താഴെ ഉണ്ടായിരുന്നു. അല്ലാഹു തആല എന്താണോ ഖൈറ് നാട്ടിലെത്തിയിട്ടും നമ്മുടെ ഉസ്താദ് സാധാരണ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു സമയം അല്ലാഹു അതിന് നിശ്ചയിച്ചു കൊടുത്ത് നമുക്ക് അവിടുത്തെ വിജ്ഞാനത്തിന്റെ മുത്തുമാല വിതറിത്തരാനുള്ളൊരു സമയം അല്ലാഹു തആല ഉസ്താദിന് നിശ്ചയിച്ചു കൊടുക്കട്ടെ എന്ന് നാം പ്രത്യേകമായി ദുആ ചെയ്യേണ്ടതാണ്. കാരണം സാധാരണ ദർസിലുണ്ടാകുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ ഏകദേശം ഒരു 40-ഓ 50-ഓ ആയിരിക്കാം. ഇതങ്ങനെയല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരോടും കർമ്മങ്ങൾ നന്നാക്കുവാൻ വേണ്ടി ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി കൊടുത്താൽ നല്ല സ്ഫുടമായ ശൈലിയിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ തന്നെ അത് സന്തോഷത്തോടെയാണ്. ഒരു നിമിഷമേ ഉണ്ടാവുള്ളൂ. ഉസ്താദ് തന്നെ പറയാറുണ്ടല്ലോ, അത് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ടാണ്, അല്ലാതെ ഒരു വിഷയം ഉസ്താദിന് മനസ്സിലാക്കി തരാനായത് കൊണ്ടല്ല. ഏതായാലും നമുക്ക് വലിയ എന്തോ വല്ലാത്തൊരു വിഷമമായിപ്പോയി അവർക്ക് കേട്ട്. ഇനി ഉസ്താദിന്റെ പൂർവ്വകാല പ്രവർത്തനവും ബഹുമാനപ്പെട്ട അമറുൽ ഉലമ കാന്തപുര ഉസ്താദുമായുള്ള ആ ചെറുപ്പകാലത്തുള്ള ബന്ധം, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ, അതുപോലെ ഉമറുൽ ഫാറൂഖ് മൊസോട്ട് തങ്ങൾ, അവിടുത്തെ അനുജന്മാരായ ഷിഹാബ് തങ്ങൾ, അതുപോലെ ഇസ്മായിൽ ബുഖാരി തങ്ങൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെയൊക്കെ ആശീർവാദം ചെറുപ്പത്തിൽ തന്നെ ഉസ്താദിന് ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു നേതൃത്വത്തിൽ കൂടി തന്നെയാണ് ഉസ്താദ് ഇക്കാലം വരെ പ്രവർത്തിച്ചു വന്നതും. ഒരു റെവലേഷൻ പോലും ഉസ്താദിന്റെ വകയായി മുന്നിലോട്ട് കാലെടുത്തു വെച്ചിട്ടില്ല എന്നാണ് വളരെ നിഷ്കളങ്ക മനസ്സോട് കൂടെ ആ ദഹനീയമായ ജീവിതം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഉസ്താദ് നീക്കിവെച്ചു എന്നുള്ളതാണ് ഉസ്താദിന്റെ സംസാരം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. മാത്രമല്ല, നമുക്ക് പല ജില്ലക്കാരാണെങ്കിലും മലപ്പുറം ജില്ലക്കാർക്ക് ഉസ്താദിനെ സംബന്ധിച്ച് നന്നായി അറിയാം. അന്ന് വാപ്പുട്ടി ഉസ്താദ് എന്ന് വന്ന് പറഞ്ഞില്ല, ഉസ്താദ് മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട നേതാക്കൾ എന്ന് ഒരാളായിട്ടാണ് ഉസ്താദിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത്രയും പാണ്ഡിത്യത്തിന്റെ ഒരു ഉറവിടമാണ് ഉസ്താദ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദ് അവിടുന്ന് വിതറുന്ന ആ ഇൽമുകളെ കൊണ്ട് എത്രയോ അരീബായിരിക്കുന്ന മസലൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ജീവിതത്തിൽ പകർത്തുന്നവർക്ക് പ്രത്യേകമായി ജീവിതത്തിൽ കേൾക്കാതെ ഒരു ക്ലാസ്സിലോ പ്രസംഗത്തിലോ ഒന്നും കേൾക്കാതെ ഇൽമ്, പുതിയ ഇൽമുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും
നാം കേൾക്കാത്ത പുതിയ പുതിയ ഇൽമുകൾ നമുക്ക് വിതറിത്തരുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് സ്വന്തം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേകമായ ധൈര്യശക്തി ഉസ്താദ് തരുന്നത് കിതാബുകളുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ച് തന്നിട്ടാണ്. ആയതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യും. എന്താണോ ഖൈറ്, ഉസ്താദ് നാട്ടിലേക്ക് പോയാലും നമുക്ക് ആ ക്ലാസ് ഒരിക്കലും മടങ്ങിപ്പോകരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടു കൂടെ നമുക്കുള്ള ഒരു ആവേശം തന്നെ ഫത്വയിൽ ക്ലാസ് കൂടുക എന്നുള്ളത് എന്റെതെല്ലാം പറയുന്നത് കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ആ ക്ലാസ് കേൾക്കാനും ആ രസകരമായിരിക്കുന്ന ശൈലിയും അവിടുത്തെ ആ അവതരണവും അവിടുത്തെ ഓരോ പ്രത്യേകമായ കിതാബിൽ പെടാത്ത മറ്റുള്ള കിതാബുകൾ തൂഫ, മുഗനി, നിയായ തുടങ്ങിയിട്ടുള്ള കിതാബുകൾക്ക് പ്രത്യേകമായി നോക്കി മനസ്സിലാക്കി തരാനുള്ള പ്രത്യേക കഴിവ്. അതൊന്നും എല്ലാവരും ഫത്വയിൽ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ക്ലാസ് എല്ലാം മനസ്സിലാക്കി കൊടുക്കാറില്ല. ഉസ്താദ് ആർക്കെങ്കിലും ഉപകരിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലക്ക് തന്നെ നന്നായി വളരെ നല്ല നിലക്ക് തന്നെ 1-2 മണിക്കൂർ ഉസ്താദിന് ആ സമയം ചെലവഴിച്ച് നമുക്ക് വേണ്ടി ഉസ്താദ് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. ആ സമയം കൃത്യം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ എല്ലാവരും ക്ലാസിന്റെ ടൈമും ഒരു കൃത്യമില്ലെങ്കിലും ഉസ്താദ് ആ ഒരു സമയം തന്നെ 1:30 തന്നെ 1:45 ആ 1:45 തന്നെ ഇതുവരേക്കും അത് ഇഖ്ലാസിന്റെ മഹത്വമാണത്. അതുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് മദീനയിലും മക്കയിലും ഉള്ളവരൊക്കെയും എന്താണോ ഖൈർ ഉസ്താദിന് അവിടെ ഇന്നു മുതൽക്ക് എല്ലാവരും തന്നെ ക്ലാസ് പങ്കെടുക്കുന്നവരല്ലെങ്കിലും പങ്കെടുക്കുന്നവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. നാട്ടിലെത്തിയിട്ട് നമുക്ക് ഉസ്താദിന് ക്ലാസ് എടുത്തിടാനുള്ള ഒരു സമയം അള്ളാഹു തആല ഒരുക്കി കൊടുക്കണം. അള്ളാഹു തആല അതിന് ഒരു സംവിധാനവും അതിനുള്ള സാഹചര്യവും സമയം അള്ളാഹു തആല ഉസ്താദിന് തയ്യാറാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിജാർ ജൈൻ ഉസ്താദ് ഇത് കേട്ടിട്ടുണ്ടാകും. ഉസ്താദിന്റെ ഒരു വിടപറച്ചിൽ റമദാനോട് കൂടി ഉസ്താദ് വിടപറയുന്നു എന്നാണ് ഉസ്താദിന്റെ ഇന്നത്തെ ക്ലാസ്സുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ജൈനി ഉസ്താദും മക്കയിൽ വെച്ചിട്ട് പ്രത്യേകമായി ദുആ ചെയ്യുക. എന്താണോ നല്ല നാട്ടിലെത്തിക്കഴിഞ്ഞാൽ സാധാരണ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പല വിഷയങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ക്ലാസ് എടുക്കാനും മറ്റും സാധിച്ചോളൊന്നുമില്ല. ചിലപ്പോൾ കല്യാണമായിരിക്കും, പറയക്കൂടലായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും. കുടുംബസംബന്ധമായ പല പരിപാടികളും നാട്ടിലെത്തിയാൽ തന്നെ ഉസ്താദിനെ പല സ്ഥലത്തു നിന്നും